പോലെയുള്ള പണ്ഡിത സമാനുക്കളായ പർവ്വത സമാനുക്കളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്ക് മറുപടി പറയുന്നതോ മോനെ ആക്കിവത്ത് സൂക്ഷിച്ചോ. സുബ്ഹാനല്ലാഹ്, വളരെ വേദനാജനകമെന്ന് പറയട്ടെ. ഇന്നലെ ഞാൻ വാഴ കഴിഞ്ഞിട്ട് പോരുമ്പോ വാട്സപ്പിലൂടെ ഒരു ക്ലിപ്പ് ലഭിച്ചു. സുബ്ഹാനല്ലാഹ്, ഖമറുൽ ഉലമാനെ ഇബ്ലീസിനോട് തുല്യപ്പെടുത്തിയിട്ടോ ഒരു തലയെക്കെട്ട് കെട്ടിയ മനുഷ്യൻ പറയുന്ന വാചകം കേട്ടോ. എടാ, നിനക്ക് ഖമറുൽ ഉലമാനെ പറ്റി വല്ലതും അറിയുമോ? കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഖമറുൽ ഉലമാന്റെ വീട്ടിൽ മൗലിദ് നടക്കുകയാ. ഉസ്താദ് അവരുടെ വല്ലാതെ ക്ഷീണിച്ചു നിൽക്കുന്ന സമയമാ. കസേരയിൽ അവിടുന്ന് ഇരുന്നിട്ടോ അവിടുന്ന് മൗലിദ് ചെല്ലാൻ തുടങ്ങുന്നു. അവിടുന്ന് ഭവ്യതയോട് വളരെ താഴ്മയോട് അവിടുന്ന് ഇങ്ങനെ ഇരിക്കുകയാ. അശ്റഖ ബൈത്തി ചെല്ലാൻ വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിന്നപ്പോ ഖമറുൽ ഉലമാക്ക് ഒരു കസേര വെച്ചു കൊടുത്തു. ഉസ്താദ് അവരുടെ ഇരുന്നില്ല കേട്ടോ. കാരണം ഹബീബിന്റെ മദ്ഹ് പറയുകയാ, ക്ഷീണം അവിടെ വിഷയമല്ല. ആ അശ്റഖ ബൈത്തി ചെല്ലി തീർന്നതിന്റെ ശേഷം അവിടെയൊന്ന് ചെല്ലുന്ന ആളുകൾ പല നശീദുകളും നിന്നങ്ങ് ചെല്ലുകയാ. ഖമറുൽ ഉലമാ, അതേ കാലിന് നീര് വന്നിട്ടുണ്ട് ഖമറുൽ ഉലമാന്റെ. അവിടുന്ന് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കാരണമായിട്ടോ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നത് കാണുമ്പോ ആ ഖമറുൽ ഉലമാനെ കുറ്റം പറയുന്നവരോടോ ഞാനിവിടെ സംഘടന പറയുകയല്ല, ഞാനിവിടെ രാഷ്ട്രീയം പറയുകയല്ല. മോനെ, നിന്റെ ആഖിബത്ത് നന്നാവണോ? നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ അംഗീകരിക്കണ്ടടാ. എന്തിനാടാ ഖമറുൽ ഉലമ എന്ന് പറയുന്ന ആയിരക്കണക്കിന് യതീം മക്കൾക്ക് അന്നം നൽകുന്ന, അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന, അവർക്ക് ആശ്രയം നൽകുന്ന ആ വിശ്രമം എന്തെന്ന് അറിയാത്ത മനുഷ്യന് എന്തിനാടാ നീ കരിവാരിത്തേക്കുന്നതോ? എന്തിനാടാ നീ വിമർശിക്കുന്നതോ? നീ അംഗീകരിക്കണമെന്നത് നിർബന്ധമില്ല. നിനക്ക് കഴിയുമെങ്കിൽ അംഗീകരിച്ചോ. നീ കുറ്റം പറയരുത് കേട്ടോ. ഇബ്ലീസിനോട് തുല്യപ്പെടുത്തുന്ന കേട്ടോ. ആഖിബത്ത് മോശമായി പോകുന്ന വിഷയമാണ്. വേദന കൊണ്ട് പറയുന്നതാ. ഖമറുൽ ഉലമാനെ കുറ്റം പറയുന്നവർ ഒരു തവണ പോലും അവിടത്തെ കാണാത്തവരാ, ഒരു തവണ പോലും അവിടെ നിന്നുമായി സംസാരിക്കാത്തവരാ. അതേ ഖമറുൽ ഉലമയുമായി ഒരു സമയം ചെലവഴിച്ചാൽ മോനെ ആ മഹാമനീഷിയെ കുറ്റം പറയാനല്ല നാവ് പൊങ്ങൂല്ല. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഉസ്താദ് അവർക്ക് ദീർഘായുസ് ഏറ്റി കൊടുക്കട്ടെ. നമ്മുടെ നാവ് കൊണ്ടോ അതേ ഏത് സംഘടനയിൽപ്പെട്ട ആലിമാണെങ്കിലോ ആലിമാണോ അവരെ തെറി പറയാൻ പാടില്ല. അതേ തങ്ങളാണോ അവരെ കുറ്റം പറയാൻ പാടില്ല. അല്ലാഹു നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. ഇവിടെ എല്ലാവരും ഒരു മനുഷ്യനെ അംഗീകരിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. റസൂലുള്ളാഹിനെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടോ? അബൂജഹൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലല്ലേ ജീവിച്ചത്? റസൂലുള്ളാഹിന്റെ ആ പ്രശോഭിതമായ മുഖം കണ്ട് വളർന്നവനല്ലേ? പക്ഷേ റസൂലുള്ളാഹിനെ അംഗീകരിച്ചോ? പിന്നെ എല്ലാവരും ഖമറുൽ ഉലമനെ അംഗീകരിക്കണമെന്നത് നിർബന്ധമില്ല. നിനക്ക് കഴിയുമെങ്കിൽ അംഗീകരിച്ചോ, അല്ലെങ്കിൽ അംഗീകരിക്കണ്ട. പക്ഷേ ആഖിബത്ത് മോശമായി പോകുന്ന പ്രവർത്തനം ചെയ്യരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സംഘടന നോക്കിയിട്ട് ആലിമീങ്ങളെ തെറി പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ബാപ്പു ഉസ്താദ് ഹോസ്പിറ്റലിലാണ്. അല്ലാഹു അദ്ദേഹത്തിന് നല്ല ശിഫാ നൽകുമാറാവട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ ഈ മാസം എന്ന് പറഞ്ഞാൽ ശംസുൽ ഉലമ വഫാത്തായ മാസമാണ്. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. കണ്ണിയത്ത് ഉസ്താദിന്റെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ താജുൽ ഉലമ വഫാത്തായ മാസം, നൂറുൽ ഉലമ വഫാത്തായ മാസം, ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് വഫാത്തായ മാസം. അല്ലാഹു ഉസ്താദുമാരുടെ എല്ലാം ഹദറാത്തുകളിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ നോട്ടവും പൊരുത്തവും സഹായവും ലഭിക്കുന്ന നല്ലൊരു മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. ഇന്നലെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉറച്ചു വന്നിട്ടില്ല. കാരണം ഏത് മനുഷ്യനെ ആ കുറ്റം പറയുന്നതെന്നറിയുമോ? ഞാൻ ആ ഭാഗം വല്ലാതെ പരാമർശിക്കുന്നില്ല. നാവിന് കടിഞ്ഞാണിട്ടോളണം, നാവിനെ സൂക്ഷിച്ചോളണം.
സ്വന്തം മാതാവിന്റെ കൽബിന് മുറിവ് വരുത്തുന്ന രൂപത്തിൽ ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ട് സംസാരിക്കുന്ന സ്വഭാവമുണ്ടോ? ആക്കിബത്ത് നന്നാവൂല കേട്ടോ. 9 മാസവും 10 ദിവസവും നിന്നെ ഗർഭം ചുമന്ന് വല്ലാതെ പ്രയാസപ്പെട്ട് പോറ്റി വളർത്തിയ നിന്റെ ഉമ്മയില്ലയോ? ആ ഉമ്മാനെ ഇന്നലെ കയറി വന്ന ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഉമ്മാന്റെ മനസ്സിന് മുറിവ് വരുത്തുന്ന സംസാരം നിന്റെ നാവ് കൊണ്ട് പറയുന്നുണ്ടോ? മോനെ, ആ നാവ് കൊണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുമ്പോ ചെല്ലാൻ കഴിഞ്ഞെന്ന് വരൂല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നമ്മുടെ തലയുമായി ബന്ധപ്പെട്ട മറ്റ് അവയവങ്ങളും എല്ലാം സൂക്ഷിക്കണമെന്നോ ഹബീബ്